ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്കർഷ 2029. ഇതിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരൊറ്റ വാചകം കേട്ടാൽ മതി ഈ പദ്ധതി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ. ഇത് വെറുമൊരു സാധാരണ നയരേഖയല്ല, മറിച്ച് അമേരിക്കൻ ഡോളറിനെയും വിസ, മാസ്റ്റർകാർഡ് പോലുള്ള ഭീമന്മാരെയും വെല്ലുവിളിക്കാനുള്ള ഇന്ത്യയുടെ ഒരു പവർഫുൾ സ്ട്രാറ്റജിക് നീക്കമാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ചോദ്യം വരും, എന്താണ് ഇന്ത്യയുടെ ഈ രഹസ്യ സാമ്പത്തിക ബ്ലൂ പ്രിന്റ് അല്ലേ? വരൂ, നമുക്കിത് ഓരോന്നായിട്ട് അങ്ങ് പൊളിച്ചെടുക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഈ മാസ്റ്റർ പ്ലാനിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായൊരു തൂണിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ സ്വന്തം UPI എങ്ങനെ ലോകം കീഴടക്കാൻ പോകുന്നുവെന്ന് നോക്കാം. ഈ ഒരു പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഉപയോഗിക്കുന്നൊരു സിസ്റ്റമാണ് സ്വിഫ്റ്റ്. റഷ്യ-ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ അമേരിക്ക എന്തു ചെയ്തു? ഈ സിസ്റ്റം ഒരു സാമ്പത്തിക ആയുധമായി ഉപയോഗിച്ച് റഷ്യയെ അങ്ങ് ഒറ്റപ്പെടുത്തി. അപ്പോഴാണ് ലോകം തിരിച്ചറിഞ്ഞത്, ഇങ്ങനെ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നൊരു സിസ്റ്റം മാത്രം ആശ്രയിക്കുന്നത് എത്ര വലിയ അപകടമാണെന്ന്. അവിടെയാണ് UPI പോലുള്ളൊരു ബദലിന് വലിയൊരവസരം തുറന്നു കിട്ടിയത്. ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത്. ഈ രണ്ട് സിസ്റ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. നമ്മുടെ UPI ആണെങ്കിൽ തത്സമയം ഒരു ചെലവുമില്ലാതെ പണം കൈമാറാം. എന്നാൽ സ്വിഫ്റ്റ്, വിസ, മാസ്റ്റർകാർഡ് പോലുള്ളവയോ? അവയെല്ലാം നിയന്ത്രിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ്. ഇടപാടുകൾക്ക് സമയമെടുക്കും, പോരാത്തതിന് വലിയ ചാർജുകളും നമ്മളിൽ നിന്ന് ഈടാക്കും. അപ്പോൾ വ്യത്യാസം വളരെ വലുതാണ്. $500 ബില്യൺ. ഒന്നോർത്തു നോക്കൂ, എത്ര വലിയൊരു സംഖ്യയാണിതെന്ന്. വിസയുടെയും മാസ്റ്റർകാർഡിന്റെയും ആഗോള സാമ്രാജ്യത്തിന്റെ മൂല്യമാണിത്. ഇത്രയും വലിയൊരു മാർക്കറ്റിലേക്കാണ് ഇന്ത്യയുടെ UPI കണ്ണുവയ്ക്കുന്നത്. ശരി, UPIയുടെ ലോകയാത്ര നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ പ്ലാനിന്റെ രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരാം. ഇത് രാജ്യത്തിനകത്ത്, പ്രത്യേകിച്ച് വായ്പാ രംഗത്ത് എങ്ങനെ ഒരു വിപ്ലവം കൊണ്ടുവരാൻ പോകുന്നു എന്ന് നോക്കാം. പഴയ കഥ എന്തായിരുന്നു? നമ്മുടെ കർഷകർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും ഒരു ലോൺ കിട്ടണമെങ്കിൽ ആഴ്ചകളോളം ഓഫീസുകൾ കേറിയിറങ്ങി ഒരുപാട് കടലാസ് പണികൾ ചെയ്യണമായിരുന്നു. ശരിക്കും നരകമായിരുന്നു. ഈ ഒരു വലിയ പ്രശ്നത്തിനാണ് ULI അഥവാ PTPFC എന്ന പുതിയ സംവിധാനം ഒരു പരിഹാരവുമായി വരുന്നത്. ലളിതമായി പറഞ്ഞാൽ, ലോൺ എടുക്കുന്ന പ്രോസസ്സ് എളുപ്പമാക്കാനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വളരെ രസകരമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI പലയിടങ്ങളിൽ നിന്നുള്ള ഡേറ്റ ശേഖരിക്കും. ഉദാഹരണത്തിന്, സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കി ഒരു കർഷകന്റെ കൃഷിയിടം എത്രയുണ്ടെന്നും എന്തു വിളവാണെന്നും മനസ്സിലാക്കും. ഭൂമിയുടെ രേഖകൾ പരിശോധിച്ച് ഉടമസ്ഥാവകാശം ഉറപ്പാക്കും. പിന്നെ GST റിട്ടേണുകൾ നോക്കി വരുമാനം കണക്കാക്കും. ഇതെല്ലാം കൂടി വിശകലനം ചെയ്ത് ആഴ്ചകൾ വേണ്ടിയിരുന്ന സ്ഥാനത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ലോൺ അപ്രൂവ് ചെയ്യും. സംഭവം സിമ്പിൾ, പക്ഷേ പവർഫുൾ. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ, ഒന്ന്, ബാങ്കുകളുടെ പ്രവർത്തന ചെലവ് കുറയും, പിഴവുകളും കുറയും. പക്ഷെ അതിലും പ്രധാനമായി, ഇതുവരെ ലോൺ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന സാധാരണക്കാർക്ക് പോലും വളരെ വേഗത്തിലും കുറഞ്ഞ പലിശയിലും പണം കയ്യിലെത്തും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ കണ്ടു. ഇനി മൂന്നാമത്തേതിലേക്ക് കടക്കാം. ഒരു പക്ഷേ ഈ പദ്ധതിയിലെ ഏറ്റവും വിപ്ലവകരമായ, ഫ്യൂച്ചറിസ്റ്റിക്കായ ഒരാശയമാണിത്. പണത്തിന് തന്നെ ഒരു പുതിയ രൂപം വരുന്നു. ഇതിനെയാണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ CBDC എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന രൂപയുടെ അതേ മൂല്യമുള്ള, പക്ഷേ ഡിജിറ്റൽ രൂപത്തിലുള്ള കറൻസി. ഇത് പുറത്തിറക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ റിസർവ് ബാങ്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതും UPIയും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസമെന്ന്. റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ UPI വഴി പണം അയക്കുമ്പോൾ അതൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ CBDC അഥവാ ഈ രൂപ അങ്ങനെയല്ല. അത് നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റിൽ നിന്ന് മറ്റൊരാളുടെ വാലറ്റിലേക്ക് നേരിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയ്യിലെ ക്യാഷ് കൊടുക്കുന്നത് പോലെ, പക്ഷെ ഡിജിറ്റലായിട്ട്. ഇടയ്ക്ക് ബാങ്കില്ല. ഇനി ഇതിന്റെ മാന്ത്രികത എന്താണെന്ന് ഞാൻ പറയാം. അത് പ്രോഗ്രാമബിലിറ്റി എന്നൊരാശയമാണ്. എന്നുവെച്ചാൽ, ഈ ഡിജിറ്റൽ പണം ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാനായി നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കരമായൊരു സാധ്യതയാണ് തുറന്നുതരുന്നത്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നതിന് ഒരു ഉദാഹരണം നോക്കാം. ഗുജറാത്തില് റേഷൻ വിതരണത്തിന് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി. സർക്കാർ കൊടുക്കുന്ന ഭക്ഷ്യ സബ്സിഡി
ഈ രൂപ കൂപ്പണായിട്ടാണ് ഗുണഭോക്താക്കൾക്ക് കിട്ടുന്നത്. ഈ കൂപ്പൺ ഉപയോഗിച്ച് അംഗീകൃത റേഷൻ കടയിൽ നിന്ന് നിശ്ചയിച്ച അളവില് അരിയോ ഗോതമ്പോ മാത്രമേ വാങ്ങാൻ പറ്റൂ. അപ്പോ എന്ത് സംഭവിക്കും? ഈ സബ്സിഡി സാധനങ്ങൾ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുന്നത് പൂർണ്ണമായും തടയാൻ സാധിക്കും. അതായത് ഓരോ രൂപയുടെയും യാത്ര നമുക്ക് ഡിജിറ്റലായി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് അഴിമതി കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. വ്യാജ ഗുണഭോക്താക്കളെ ഒഴിവാക്കാം, ഒരാൾ തന്നെ പലതവണ ആനുകൂല്യം തട്ടിയെടുക്കുന്നത് തടയാം. ചുരുക്കത്തിൽ സർക്കാർ പണം ആർക്കാണോ ഉദ്ദേശിച്ചത് അവരുടെ കയ്യിൽ തന്നെ എത്തുന്നു എന്ന് 100% ഉറപ്പാക്കാം. അപ്പോ ഈ പദ്ധതിയുടെ 3 പ്രധാന ഭാഗങ്ങൾ നമ്മൾ കണ്ടു. എല്ലാം ഗംഭീരമായി തോന്നാം, പക്ഷേ ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോൾ അതിന് വലിയ നേട്ടങ്ങളുണ്ടാകും, ഒപ്പം അതിലും വലിയ അപകടസാധ്യതകളും പതിയിരിപ്പുണ്ടാകും. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത് വെറുമൊരു പേയ്മെന്റ് സിസ്റ്റം മാറ്റം മാത്രമല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പരമ്പരാഗത സെൻട്രൽ ബാങ്കിൽ നിന്ന് ഒരു ടെക് ഭീമനായി മാറുകയാണ്. തട്ടിപ്പുകൾ മുൻകൂട്ടി പ്രവചിക്കാനും രാജ്യത്തെ പണപ്പെരുപ്പം തത്സമയം അളക്കാനുമൊക്കെ AI ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ഇതിന്റെ അർത്ഥം ആഗോള സാമ്പത്തിക രംഗത്ത് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിക്കുന്നൊരു രാജ്യത്ത് നിന്ന് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശക്തിയായി ഇന്ത്യ മാറാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഗുണവശങ്ങൾ നോക്കിയാൽ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. അഴിമതി വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. സാങ്കേതികവിദ്യയിലെ ലോകത്തിനു മുന്നിൽ ഇന്ത്യയ്ക്ക് തലയുയർത്തി നിൽക്കാം. ബാങ്കിംഗ് സേവനങ്ങൾ എത്താത്ത സാധാരണക്കാരിലേക്ക് പോലും സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കാൻ കഴിയും. എന്നാൽ നാണയത്തിന് ഒരു മറുവശം കൂടിയുണ്ടല്ലോ. അപകടങ്ങളും അത്ര ചെറുതല്ല. ഇത്രയും വലിയൊരു ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ അതിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളുടെ സാധ്യതയും കൂടും. ഒരു വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായാൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെ അത് തകിടം മറിച്ചേക്കാം. അതോടൊപ്പം ഒരു പുതിയ ഡിജിറ്റൽ വിഭജനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അവസാനമായി നമുക്ക് ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യം സ്വയം ചോദിക്കാം. ഇന്ത്യ ഈയൊരു പുതിയ ഡിജിറ്റൽ സാമ്പത്തിക ഭാവിയിലേക്ക് കുതിക്കുമ്പോൾ സ്മാർട്ട് ഫോണോ സ്ഥിരമായ ഇന്റർനെറ്റ് കണക്ഷനോ ഇല്ലാത്ത സാധാരണക്കാർ ഈ കുതിപ്പിൽ അവർ പിന്നോട്ട് തള്ളപ്പെടുമോ? അവരുടെ കാര്യമെന്താകും? ഇതൊരു ചെറിയ ചോദ്യമല്ല.